നമസ്കാരം, സുനിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഏന്തയാറിനടുത്ത് ഇളങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഫാം ടൂറിസത്തിനും റിസോർട്ടുകൾക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ 40 ഏക്കർ സ്ഥലമാണ് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക. കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ. അതിനാൽ തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ. നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന ജാതി ഉണ്ട് കേട്ടോ. നിലവിൽ 1000-ഓളം ജാതി ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. തൈജാതിയുണ്ട്, കായ്ക്കുന്ന ജാതിയുണ്ട്. സ്ഥലം നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ. അടിപൊളി ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് 5000-ഓളം ചോട് കവുങ്ങും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ല ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് കാണുന്ന ഒരു ഫാം ഷെഡാണ് കേട്ടോ. മുൻപ് ആട് ഫാം ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു ഷെഡാണിത്. അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് തോടൊക്കെ ഉണ്ട് കേട്ടോ. വറ്റാത്ത വെള്ളമാണ്. സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലം കൂടിയാണ്. നിലവിൽ ഈ സ്ഥലത്ത് നമുക്ക് താമസയോഗ്യമായ ഓടുമേഞ്ഞ വീടാണുള്ളത്. ഒരു സൈഡ് തോടും അതുപോലെ കുളമൊക്കെ ഉണ്ട്. പഴയ വീടാണ് കേട്ടോ. കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ്. ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല മേഖലയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ. കഴിഞ്ഞ വർഷം 450 കിലോ 500 കിലോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ്. അതുപോലെ ഒത്തിരി തൈക്കൊടിയും നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ. കൊടിയൊക്കെ നോക്കിയോളൂ, കിടിലം കൊടിയാണ്. ജാതിയൊക്കെ അതുപോലെ കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ. തൈജാതിയുണ്ട്, കായ്ക്കുന്ന ജാതി നന്നായിട്ട് കായ്ക്കുന്നതാണ്. നോക്കിയോളൂ. ഓവറായിട്ടുള്ള ചൂടൊന്നും ഈ ഭാഗത്തേക്ക് ഇല്ല കേട്ടോ. ആവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ്. നോക്കിയുള്ളൂ, നമ്മുടെ സ്ഥലത്തുള്ള വീട് ഇതാണ്. താമസയോഗ്യമായ വീടാണ്. പണിക്കാർക്കൊക്കെ ആണെങ്കിലും താമസിക്കാൻ പറ്റുന്ന വീടാണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന റബ്ബറാണ് കേട്ടോ. 4500-ഓളം റബ്ബർ നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ. അധികം വെട്ടാകാത്ത മരങ്ങളാണ്. അതുപോലെ തന്നെ പശുഫാമുണ്ട് നമുക്ക് ഈ സ്ഥലത്തെ. നിലവിൽ പ്രവർത്തനമല്ല കേട്ടോ, മുൻപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പശുഫാമാണ്. 16-ഓളം പശുക്കളൊക്കെ 20-ഓളം പശുക്കളെ അടുത്ത് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ഫാമായിരുന്നു കേട്ടോ. റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ. നമുക്ക് കാറ് വരുന്നിടത്ത് നിന്ന് നമുക്ക് ഇളങ്കാട്ടിൽ നമുക്ക് ഏകദേശം ഇങ്ങോട്ടേക്കൊരു 6 കിലോമീറ്ററോളം ഉണ്ട്. അതിൽ നമുക്ക് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് ഓഫ് റോഡ് ഉള്ളത് കേട്ടോ. പിക്കപ്പൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് സൈഡിലെ. വീടിൻ്റെ ഒരു ഭാഗം കല്ലാണ് കേട്ടോ. കല്ല് വെച്ച് കെട്ടിയേക്കുന്നതാണ്. അതുപോലെ എനിക്കുള്ള സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ്. ചെരുവും നിരപ്പൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഓവറായിട്ടുള്ള കുത്തനെയുള്ള ചെരുവല്ലേ, കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ചെരുവാണ്. ഈ കാണുന്നതാണ് പശു ഫാമിൻ്റെ ഷെഡ് കേട്ടോ. മരം നോക്കിയോളൂ, അധികം വെട്ടാകാത്ത മരമാണ്. ഈ കാണുന്നതാണ് പശു ഫാമേ. ഈ കാണുന്ന നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെയുള്ള വഴിയാണ്. സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് നമുക്ക് പിക്കപ്പൊക്കെ വരുന്നതാണ്.
മരമൊക്കെ നല്ല അടിപൊളി മരമാണ് കേട്ടോ. ആ കാണുന്ന ഭാഗം വാഗമൺ മദാമക്കുളം എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. നിറയെ തൈക്കവുങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ. സ്ഥലത്തിൻ്റെ താഴെ സൈഡിൽ കൂടെയാണ് നമുക്ക് തോട് ഒഴുകുന്നത്. തോട് പറ്റാത്ത തോടാണേ. നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ ഈ തണുപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം കോടമഞ്ഞൊക്കെയുള്ള മേഖലയാണ്. നോക്കിയുള്ളൂ, സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ. കയ്യാലൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട്. മൊത്തം 40 ഏക്കർ സ്ഥലമാണ് കേട്ടോ. അതിൽ നമുക്ക് 38 ഏക്കറിന് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ. എല്ലാവിധ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. നോക്കിയുള്ളൂ, സ്ഥലം ഇപ്പോൾ ഫുള്ള് നിരപ്പാണ് കേട്ടോ. ഈ കാണുന്നതാണ് റോഡ്. നമ്മുടെ സൈറ്റിലേക്ക് വന്ന റോഡ് നിൽക്കുകയാണ്. നോക്കിയുള്ളൂ, ഓഫ് റോഡാണ് 2 കിലോമീറ്റർ. എങ്കിലും ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കയറ്റിക്കൊണ്ട് വരാൻ പറ്റുമേ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. സ്ഥലത്തിൻ്റെ വിലഭാഗം വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ അത് നോക്കിയിട്ട് വിളിക്കുക.